ഇതൊരു HDMI കേബിളാണ്. അപ്പോൾ ഈ കാലത്ത് ഒരുവിധം എല്ലാവർക്കും ഈ HDMI കേബിൾ എന്താണ് എന്നറിയാം. HDMI എന്താണ് എന്നറിയാം. ഒരുപാട് വീഡിയോസും റെഫറൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വാങ്ങുന്ന ലേറ്റസ്റ്റ് TV അങ്ങനത്തെ ഒരുവിധം എല്ലാ ഡിവൈസിലും നിങ്ങൾക്ക് HDMI എന്ന രീതിയിൽ കാണാം. HDMI 1, 2, 3 അല്ലെങ്കിൽ HDMI ARC, HDMI EARC അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഈ ഒരു അസംബിൾഡ് ആംപ്ലിഫയർ ആണ്. ഇതിൽ പോലും ഇപ്പോൾ HDMI ARC ഉണ്ട്. അപ്പോൾ HDMI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതായത് ഹൈ ഡെഫിനിഷൻ മീഡിയ ഇൻ്റർഫേസ്. HDMI ARC എന്ന് പറയുന്നത് ഓഡിയോ റിട്ടേൺ ചാനൽ, അതായത് ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഇൻ്റർഫേസ് ഓഡിയോ റിട്ടേൺ ചാനൽ. ഇത് HDMI EARC എന്ന് വരികയാണെങ്കിൽ ഹൈ ഡെഫിനിഷൻ മീഡിയ ഇൻ്റർഫേസ് എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ. അപ്പോൾ ഇതെല്ലാം ഈ HDMI എന്ന് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു സാധാ HDMI കേബിളാണിത്. ഇനി വരുന്നത് ഒന്ന് HDMI ARC കേബിൾ. ഈ ഒരു ഡിവൈസിൻ്റെ ബാക്കിൽ ARC കണക്ഷൻ ഉണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ TV-യുടെ ARC ഔട്ട് എടുത്ത് ഇതിനകത്തോട്ട് കൊടുത്താൽ TV-യിലുള്ള സൗണ്ട് ഇതിലേക്ക് വരും. അത് ഇപ്പോൾ ഒരു സെറ്റപ്പ് ബോക്സ് മറ്റെന്തെങ്കിലും ഒരു HDMI ഔട്ട്പുട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ആ TV-യുടെ HDMI ഇൻപുട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ HDMI വഴി കയറി അതിൻ്റെ ഓഡിയോ ഔട്ട് ഇതിലേക്കും വരും. HDMI കയറിയതിലൂടെ ഉള്ള വീഡിയോ നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ HDMI-യുടെ ഒരു പ്രവർത്തനം. ഇത് ചെറുതിങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പ്രശ്നം വരുന്നത് HDMI കംപ്ലൈൻ്റ് ആയോ, HDMI വർക്കിംഗ് ആണോ, HDMI കേബിൾ കംപ്ലൈൻ്റ് ആണോ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ നമ്മൾ HDMI സെക്ഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്തൊക്കെ തരം കംപ്ലൈൻറ്റുകളാണ് HDMI സെക്ഷനിൽ വരിക? HDMI ഇൻപുട്ട് കൊടുക്കണോടത്തും HDMI ARC വഴിയുള്ളതും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള HDMI കേബിളുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കംപ്ലൈൻറ്റ് നമ്മൾ കാണുന്നതോ അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആണെങ്കിൽ അതിലേക്കുള്ള വീഡിയോ ഇൻറ്ററപ്റ്റഡ് ആയിരിക്കും. അതായത് ലോ ക്വാളിറ്റി പിക്ചർ അല്ലെങ്കിൽ സൗണ്ട്. പിന്നെ ഒരു അവസ്ഥ വരുന്നത് കട്ടായി വന്നു പോയി കളിക്കുന്ന അവസ്ഥ, അതായത് അൺസ്റ്റേബിൾ ആയ കണക്ഷൻ. മറ്റൊരു അവസരത്തിൽ നമുക്ക് സൗണ്ട് കിട്ടില്ല. പിക്ചർ ഉണ്ടാവും, പിക്ചർ പക്കയായിരിക്കും, പക്ഷേ സൗണ്ട് കിട്ടില്ല. പിന്നെ ഒരു അവസ്ഥ വരിക കോമ്പറ്റിബിൾ അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുക. ഒന്നുകിൽ നമ്മളെ ഡിസ്പ്ലേ ഡിവൈസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ കോമ്പാറ്റിബിൾ അല്ലാത്തൊരവസ്ഥ കാണിക്കുക. അതേപോലെ മറ്റൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഔട്ട്ഡേറ്റഡ് സ്പെസിഫിക്കേഷൻ. അപ്പം മുൻപ് പറഞ്ഞ കാരണങ്ങൾക്ക് HDMI കേബിൾ തന്നെയാണ് കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉള്ള ഒരു ടെക്നിക്ക്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഡീകോഡർ, ഈ സാധനത്തിനകത്ത് ഡീകോഡർ ഉണ്ടാവുക. അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഇവിടുന്ന് ഡീകോഡ് ചെയ്തിട്ട് അനലോഗ് ഔട്ട്പുട്ടായിട്ട് പ്ലേ ആവും. അപ്പോൾ ഈ സാധനം ഇതിനകത്തുള്ള ഡിവൈസ്, ഇതിനകത്തുള്ള ബോർഡ് അല്ലെങ്കിൽ ആ ബോർഡിലുള്ള ഏതെങ്കിലും കമ്പണൻറ്റ്, അതിലേക്കുള്ള സപ്ലൈ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ അത് ഡിഫക്റ്റഡ് ആണെങ്കിൽ നമുക്ക് HDMI സെക്ഷൻ വർക്ക് ചെയ്യാത്ത അവസ്ഥ കാണിക്കും. അത് കേബിളിൻ്റെ കാരണമായിരിക്കില്ല. അതേപോലെ തന്നെ അവിടുന്ന് വരുന്ന ഡാറ്റ ഇവിടേക്ക് എത്താൻ അവിടുന്ന് ഡെലിവർ ആവുന്നില്ലെങ്കിൽ, അവിടുന്ന് അത് സെൻഡ് ആവുന്നില്ലെങ്കിൽ, ഇതിലേക്ക് കണക്റ്റഡ് കേബിളിലേക്ക് പോലും കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേ അവസ്ഥ തന്നെ അനുഭവപ്പെടും. നമുക്ക് കാണിക്കുക കേബിൾ ചിലപ്പം കംപ്ലൈൻ്റ് ആയിരിക്കാം, അതൊന്ന് മാറ്റിയിടുമെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് വരണ്ടാവുക. അപ്പോൾ ഇതിന് ഇപ്പം നമ്മളിപ്പോൾ സാധാരണക്കാരൻ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗം അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇതിന് ചില ടെസ്റ്റിംഗ് ഡിവൈസുകളുണ്ട്. അതായത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് കേബിൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിംഗ് ഡിവൈസുകൾ. അപ്പോൾ HDMI കേബിൾ ടെസ്റ്റർ എന്നങ്ങനെ മറ്റോ നമ്മളിപ്പോൾ ഓൺലൈൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഡിവൈസുകൾ, ഇങ്ങനത്തെ ഓരോ ഡിവൈസുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങി കിട്ടുന്നതാണ്. ഇത് പക്ഷേ ഒരു സാധാരണക്കാരനൊരു വീട്ടിലിപ്പോൾ വാങ്ങി വെച്ചിട്ട് ഇത് ഏതൊരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊരു ഷോപ്പ്, ഇപ്പോൾ ടെക്നിക്കൽ ഷോപ്പാണെങ്കിൽ അവർക്കിത് വാങ്ങി വെച്ചാൽ ഇത് പോണോടത്തുനിന്ന് ഇപ്പോൾ ഒരു TV ചെക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ടെക്നീഷ്യനാണ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, ടെക്നീഷ്യൻ ആവാൻ പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ HDMI സെക്ഷൻ ചെക്ക് ചെയ്യാൻ ഇതുപോലെ ടെസ്റ്റർ വളരെ ഉപകാരമായിരിക്കും. അത് പക്ഷേ ആ വീട്ടിലുള്ള ആൾക്ക് അത് ഉപകാരമായിരിക്കില്ല. അയാൾക്ക് ലൈഫിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ചിലപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് പ്രൊഫഷണലി ചെക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ടെസ്റ്ററുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ കിട്ടും. സ്പ്ലിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ട്, ലോക്കൽ ആൻഡ് റിമോട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, കേബിൾ ടെസ്റ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഡിവൈസുകൾ നമുക്ക് ആമസോണിൽ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല, അത്യാവശ്യം മാന്യമായ റേറ്റിൽ നമുക്ക് വാങ്ങിട്ടുന്നതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ Amazon.com കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. അതായത് അതിനകത്ത് ഒരുപാട് LEDs ഉണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫുൾ LED ഇൻഡിക്കേറ്റ് ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് കേബിൾ 100% ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡിഫക്റ്റഡ് കേബിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ, അതായത് ചില ഇൻഡിക്കേഷൻ, അതായത് 1-2 LEDകൾ അവിടെ ഓൺ ആവാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. മറ്റൊരു ഡിഫക്റ്റ് ആയിട്ടുള്ള കേബിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ
ഒരുപാട് ഒരു സെക്ഷൻസ് ഓഫായിട്ടാണ് കാണിക്കുന്നത്. ക്ലോക്ക് ഡാറ്റ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വർക്കിംഗ് അല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ വർക്കിംഗ് ഉള്ള ഒരു നല്ല ക്വാളിറ്റി കേബിളാണ്, വർക്കിംഗ് ആയിട്ട് 100% ഓക്കെ ആയ കേബിളാണെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഡിവൈസിനകത്ത് കാണിക്കുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ഇൻഡിക്കേറ്റർ ഓണായിട്ട് അത് 100% ഓക്കെ ആണെന്ന് കാണിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ കേബിളുകൾ PRC ആയാലും ഈ HDMI കേബിളായാലും അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ടെസ്റ്ററുകൾ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പോകണമെന്ന് സൗകര്യമായിരിക്കും ഈ ഡിവൈസ് ആണോ കേബിൾ ആണോ എന്ന് കൺഫേം ആക്കാൻ. പിന്നെ ഇങ്ങനെ ഇപ്പോൾ അഥവാ നിങ്ങളെ വീട്ടിലുള്ള ഒരു HDMI സെക്ഷൻ HDMI കേബിൾ ഫോൾട്ടി ആയി എന്ന് വിചാരിക്കുക, കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അപ്പോൾ അതിനൊരു കാരണം അത് ഒന്ന് ലോക്കൽ ക്വാളിറ്റി സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാലത്തെ ഉപയോഗം കൊണ്ട് അത് കേടാവും. ഈ പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇപ്പോൾ ലോങ് റണ്ണുള്ള കേബിളൊക്കെ ആണെങ്കിൽ അതിന് ഒരു നമ്മളെ ഇപ്പോൾ ബോളിൽ കൂടെയാണ് റൺ ചെയ്യിക്കുന്നത്, റഫായിട്ടാണ് റൺ ചെയ്യിക്കുന്നതെങ്കിൽ അതിലൂടെയുള്ള ഈർപ്പം പിന്നെ ഈ ചൂട് അങ്ങനത്തെ പല ഒരു വർഷം 1.5 വർഷത്തിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ ചിലപ്പം ആ ഒരു കാരണം കൊണ്ട് വരാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രധാന കാരണം ഇത് പലപ്പോഴും കണക്ട് ചെയ്തും ഡിസ്കണക്ട് ചെയ്തിട്ടും ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയയിൽ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത് അത് വളരെ പതുക്കെ പിടിച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് ഊരിയെടുക്കാനുള്ളതും പ്രസ് ചെയ്യാനുള്ളതുമാണ്. പക്ഷെ അതിന് പകരം ഇവിടെ പിടിച്ചിട്ട് ഒടിച്ചും വളച്ചുമൊക്കെ എടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതും അങ്ങനെ ഉപയോഗം ഉണ്ടെങ്കിൽ അങ്ങനെ റഫായി ഉപയോഗിക്കുന്നതും HDMI കേബിൾ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ അത് സിമ്പിളായിട്ട് കണ്ടെത്താനുള്ള ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഡിവൈസിന് ഈ ഒരു സംശയം തോന്നുകയാണെങ്കിൽ, അത് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല സൗണ്ട് ഇല്ല എന്നിപ്പോൾ മുമ്പ് പറഞ്ഞ ഡിഫക്റ്റുകൾ തോന്നുകയാണെങ്കിൽ ഒരു കേബിൾ വാങ്ങുക എന്നുള്ളത് ഒരു മുടക്കം തന്നെയാണ്. ആ ഒരു മുടക്കം ചെയ്തിട്ടാണ് നിങ്ങളിത് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ കേബിൾ ഇപ്പോൾ എക്സ്ട്രാ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ ഈ സെയിം സ്ഥാനത്തേക്ക് മാറ്റി കണക്ട് ചെയ്ത് നോക്കുക. അതിലൂടെ ഇതൊക്കെ HDMI കണക്റ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീടാണ്, ഇവിടെ ഇപ്പോൾ ആ TVൻ്റെ അകത്ത് HDMI കണക്റ്റഡ് ആണ്. അപ്പോൾ ആ HDMI ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് പിക്ചർ കാണുന്നില്ല അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കണക്ഷൻ നല്ല ബന്ധമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ പോയി ഒരു HDMI കേബിൾ എടുത്തുകൊണ്ട് ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കുക. ആ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം ആയി അവർ തിരിച്ചു കൊടുക്കുക, നമ്മൾ പുതിയൊരു കേബിൾ വാങ്ങി കണക്ട് ചെയ്യുക. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് വഴി. അതല്ല എങ്കിൽ നമ്മളൊരു കേബിളിന് വേണ്ടി പൈസ മുടക്കേണ്ട അവസ്ഥയാണ്. അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കേബിൾ ഊരിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഈ കേബിൾ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുക. ഏറ്റവും നല്ല പൈസയും കൂടി ചിലവാക്കേണ്ടാത്ത ഏറ്റവും നല്ല ഓപ്ഷൻ അതാണ്. HDMI സെക്ഷനിൽ കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ കേബിൾ ഊരിയിട്ട് നിങ്ങൾ ഈ കേബിൾ ചെക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ചെക്ക് ചെയ്യും. അന്നേരം അവിടെ നിന്ന് ഈ കേബിൾ വഴി വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ പെട്ടു, നിങ്ങളുടെ ഏതോ ഒരു ഡിവൈസ് പോയതാണ്. ഇതിനെക്കാട്ട് എത്രയോ ഇരട്ടി ചിലവായിരിക്കും അത് സോൾവ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ HDMI വഴിയുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ. അതായത് ടെസ്റ്റർ വാങ്ങുക എന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരന് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വഴി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ HDMI സെക്ഷനിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഈ പറഞ്ഞ ടെസ്റ്റുകൾ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക്. അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ കൂടുതൽ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ ഓർത്ത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.